ഈ പ്രകാശത്തിന്റെയും സന്തോഷം നമ്മിലേക്ക് വരുന്ന ഒരു തിരുനാളാണ് ക്രിസ്മസ്. പ്രകാശം എങ്ങനെയാണ് സന്തോഷം പരക്കുക? നമ്മൾ ഹൈമാസ്റ്റ് ലൈറ്റ് അതിന്റെ വെളിച്ചമുണ്ട്, ചിലപ്പോൾ ചിരാതിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചമുണ്ട്. പ്രകാശം എപ്പോഴും കണ്ണിനും മനസ്സിനും ഒക്കെ കാണാനും അത് ഓർക്കാനും അതേക്കുറിച്ച് സന്തോഷിക്കാനും കഴിയുന്ന ഒരു അനുഭവമാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകൻ ഇങ്ങനെ എഴുതി: അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു വലിയ പ്രകാശം കണ്ടു. ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു വാൽനക്ഷത്രത്തെ കുറിച്ച് പറയാറുണ്ട്. ഒരു വലിയ വെളിച്ചം നൽകിയ അടയാളമായി നിൽക്കുന്ന ഒരു വാൽനക്ഷത്രം. പ്രകാശം മനസ്സിന് അന്ധകാരത്തിൽ നിന്ന് വിടുതല്, വെളിച്ചത്തെ കാണുമ്പോഴുള്ള പ്രതീക്ഷ, അന്ധകാരത്തിൽ നിന്നുള്ള ഒരു മോചനം ലഭിച്ചു എന്നൊരു ഉറപ്പ്, ഇനി മുന്നോട്ട് പോകാനുള്ള കാഴ്ച, ഇതെല്ലാം ഒരുപോലെ നമുക്ക് സമ്മാനിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ ജീവിതം ചുറ്റുപാടുമുള്ളവരുടെ ജീവിതവുമായി ചേർത്ത് പരിശോധിക്കുമ്പോൾ എത്ര വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ് നൽകിയത്. കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുവന്ന പരസ്യമായ ഒരു ശിക്ഷാ ക്രമീകരണമുള്ള ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ ഒരു സ്ത്രീ അവൾ അകലെയായി നിൽക്കുമ്പോൾ അവളെ സമാധാനത്തോടെ പറഞ്ഞു വിടുന്നതിന് ഈ പ്രകാശത്തിന്റെ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ ഈ സ്ത്രീയെ ചേർക്കുന്നതിന് യേശുവിന്റെ സ്നേഹം ഉപകരിക്കുന്നു. രോഗികളാകട്ടെ മറ്റുള്ളവരുടെ സഹായം കൂടാതെ രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് കരുതിയ ആൾക്കാകട്ടെ എല്ലാം ഈ വെളിച്ചം നൽകിയ പ്രത്യാശ വലുതാണ്. ക്രിസ്മസ് നൽകുന്ന വലിയ സന്തോഷം, അത് സമ്മാനം കൊടുക്കുമ്പോഴും കൊച്ചുകുട്ടികള് സാന്റായുടെ വേഷമിട്ട് ഡാൻസ് കളിക്കുമ്പോഴും, ക്രിസ്മസ് ഈ രാവുകളിൽ കരോൾ സർവീസ് നടത്തുമ്പോഴും, ദേവാലയങ്ങളിലെ ദിവ്യ ശുശ്രൂഷ നടക്കുമ്പോഴും, കുടുംബങ്ങളിൽ ഒരുമിച്ച് കൂട്ടായ്മയായി മക്കളും മാതാപിതാക്കളും എല്ലാം ഒരുമിച്ച് ചേരുമ്പോഴുമുള്ള ഒരു സന്തോഷം നമുക്കിനിയും മുൻപോട്ട് പോകാൻ ഊർജമുണ്ട്. അപ്പൊ നമ്മൾ ക്രിസ്മസിന്റെ വലിയ സന്തോഷമായി ഈ പ്രകാശത്തിന്റെ ഊർജം നമുക്ക് സ്വീകരിക്കാം. പ്രകാശം എന്നത് എനിക്ക് കാഴ്ച കാണാൻ മാത്രമല്ല, എനിക്ക് ചുറ്റും നിൽക്കുന്നവരെ കാണാനും എന്നെ തന്നെ കാണാനും എന്റെ ദൈവം എന്നെ കാണുന്നു എന്ന് തിരിച്ചറിയാനും ഒക്കെ സാധിക്കുന്ന ഒരു അനുഭവമാണ്. ആ ഒരു വലിയ പ്രത്യാശയിൽ ഈ ക്രിസ്മസിനെ നമുക്ക് സ്വീകരിക്കാം. ഈ പ്രകാശത്തിന്റെ ധാരയിൽ ഒരു പുതിയ വർഷത്തിലേക്ക് നമുക്ക് നടന്ന് പ്രവേശിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും, നമ്മുടെ കുടുംബങ്ങൾക്കും, നമ്മുടെ ദേശത്തിനും എല്ലാം ഞാൻ സന്തോഷത്തോടെ ക്രിസ്തുമസിന്റെ വെളിച്ചത്തിന്റെ ഈ തിരുനാളിന് എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങൾ ഈ വർഷം മുഴുവൻ നമ്മുടെ പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ള സേവനങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ ഇടപെടൽ വഴി അനേക ജീവിതങ്ങൾക്ക് പ്രതീക്ഷ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടെത്തിയ ചില കാര്യങ്ങൾ വഴി അനേകർക്ക് മുൻപോട്ട് പോകാനുള്ള ഊർജം ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ വഴിയായി നടപ്പിലായ നന്മയുടെ പതിപ്പുകളും സാക്ഷ്യങ്ങളുമാണ്. അത് തുടരട്ടെ. 2026 നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ വെളിച്ചം മുകളിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.